എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ നമ്മുടെ ലൈഫ് എക്സ്പെൻസിനെ കുറിച്ചാണ്. നമുക്കെല്ലാം അറിയാം, വരുമാനത്തിൽ കൂടുതൽ ചിലവാക്കേണ്ട ഒരു സാഹചര്യമാണ് ഇന്ന് നമുക്കുള്ളിലുള്ളത്. ഒന്ന്, നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത് കടമില്ലാത്തവരാണ്. കിട്ടുന്ന വരുമാനത്തിൻ്റെ ഉള്ളിൽ നിന്ന് ചിലവുകളെ ചുരുക്കി കടം വാങ്ങാതെ ഉള്ള സാഹചര്യങ്ങളിൽ ജീവിക്കാൻ ആര് ശ്രദ്ധിക്കുന്നോ അവർ വലിയ പരിക്കുകളില്ലാതെ അവർക്ക് ജീവിക്കാൻ സാധിക്കും. ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കാം. നമ്മുടെ പൂർവ്വകാല ചരിത്രത്തിലേക്കൊന്ന് കടന്നാൽ, രാവിലെ നമ്മുടെ പ്രഭാത ഭക്ഷണവും എന്ന് പറയുന്നത് ഒരു കഞ്ഞിയും ചെറിയൊരു മുളക് ചട്നിയും കഷ്ടിച്ച് ഒരു പപ്പടവും കാണും. രാവിലത്തെ ഭക്ഷണം അത് വലിയവരായിരുന്നാലും ചെറിയവരായിരുന്നാലും ഉള്ളൊരു ആഹാരം. ഉച്ചയ്ക്ക് ഊണും ചോറ് കാണും, ഒരു സാമ്പാറോ ഒരു കൂട്ടോ അല്ലെങ്കിൽ രസമോ എന്തെങ്കിലും. വൈകുന്നേരം രാത്രികാലങ്ങളിൽ അത്താഴത്തിന് കഞ്ഞി, പയറ്, പപ്പടം. ഇങ്ങനെ കഴിച്ച് ജീവിച്ചവർ ഏതാണ്ട് 90-95 വയസ്സ് വരെയും ആരോഗ്യത്തോടുകൂടെ തന്നെയാണ് അവർ ജീവിച്ചിരുന്നത്. അന്നവർക്ക് ഈ കുഴിമന്തിയോ ഈ കറക്കി ചുറ്റുന്ന മൃഗങ്ങളുടെ മാംസമോ പക്ഷികളുടെ മാംസമോ ഒന്നുമില്ലായിരുന്നു. വളരെ അതിനെപ്പറ്റി കേൾവിയില്ലാത്തതായിരുന്നു. ഇന്നത്തെ സാഹചര്യം കുഴിമന്തിയിൽ നിന്ന് തുടങ്ങുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എഗ് ഫ്രൈ അല്ലെങ്കിൽ ബുൾസേ അങ്ങനെ തുടങ്ങും. അത് എന്താ പറയുക, ഫ്രൂട്ട് ജ്യൂസ്, ഇങ്ങനെ പല 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 രീതിയിൽ അത് വർണ്ണിക്കാൻ വയ്യാത്തൊരു ഇതാണ്. നമുക്കതിലേക്ക് കൂടുതൽ സമയം കളയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എനിക്കാകെ പറയാനുള്ളത് ഒന്ന് മാത്രം: കടമില്ലാതിരിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാന മാർഗം നാം ചെയ്യേണ്ടത്, നമ്മുടെ വരുമാനം എത്രയാണ്. ഒരു കുടുംബനാഥൻ കിട്ടുന്ന ക്യാഷ് ഭാര്യയെ ഏൽപ്പിച്ചാൽ പിന്നെ ഭാര്യയെല്ലാം ചിലവ് നടത്തിക്കോളും, എല്ലാം അവർ മീറ്റ് ചെയ്യുമെന്നുള്ളൊരു ധാരണ പല കുടുംബനാഥന്മാർക്കുമുണ്ട്. അത് തെറ്റാണ്. കിട്ടുന്ന വരുമാനം എത്രയാണ്, അതിനെന്ത് ചിലവുകൾ, അതെല്ലാം ചെയ്യണം. അതിൽ വീട്ടുവാടക കൊടുക്കണം, സ്കൂൾ ഫീസ് നോക്കണം, KSB ബില്ലടയ്ക്കണം, വല്ല വാഹനം ഉണ്ടെങ്കിൽ അത് ചെയ്യണം, ദെൻ സ്കൂൾ ഫീസ് അടയ്ക്കണം. അങ്ങനെ പല ഒഴിച്ചുകൂടാത്ത പല ചിലവുകളുമുണ്ട്. അപ്പോൾ ഇതിൽ പലതും നമുക്ക് ചെയ്തേ പറ്റൂ. ഇലക്ട്രിക് ബിൽ അടച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ ലൈറ്റ് കാണത്തില്ല. ഗ്യാസ് എടുക്കണമെങ്കിൽ അതിൻ്റെ ക്യാഷ് കൊടുത്തേ പറ്റൂ. അപ്പോൾ ഇതിന് ചില ചിലവുകൾ ഒരിക്കലും നമുക്ക് ചുരുക്കാൻ പറ്റില്ല. എന്നാൽ ചുരുക്കേണ്ട ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കഞ്ഞിയും ഒരു ചട്നിയും ഉണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ. വലിയ പൊല്യൂഷനോ സുഖമായിരിക്കാൻ ശ്രമിക്കാൻ യാതൊരു കുഴപ്പമില്ല. നിങ്ങൾ ഇങ്ങനെയുള്ളൊരു ആഹാര രീതി, വൈകുന്നേരം ഇങ്ങനെയുള്ള ആഹാര രീതിയിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോയി ക്യാഷ് കൊടുക്കേണ്ടി വരില്ല. ഒന്ന്. അടുത്തത്, ഒരു 10 മിനിറ്റ് കൊണ്ട് നടന്നു പോയി വരാനുള്ള ദൂരത്തിൽ നിങ്ങൾക്ക് 2 വീലർ അതെടുത്ത് അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്ത് പോയി വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് 10 രൂപയുടെയെങ്കിൽ 15 രൂപയുടെ ഗ്യാസിലിൻ പെട്രോളാണ്. ഒപ്പം നിങ്ങളുടെ ആരോഗ്യം. ഒരു 10 മിനിറ്റ് നടന്നാൽ നിങ്ങൾക്ക് 500 ഫീറ്റ് നടക്കാൻ പറ്റും. 500 ഫീറ്റ് ഒരാൾക്ക് ഒരു ദിവസം നടക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇൽ ഗിവ് എ മോർ സ്ട്രെങ്ത് ടു ദ ബോഡി. നല്ല ആരോഗ്യം കാണും. അതുകൊണ്ട് അതൊന്ന് അവോയ്ഡ് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു 15 രൂപ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം നിങ്ങൾക്ക് എത്ര രൂപ സേവ് ചെയ്യാൻ പറയുന്നു ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഇങ്ങനെ പല ഭാഗത്തും നിങ്ങൾക്ക് ചിലവുകളെ ചുരുക്കാൻ സാധിക്കും. നിങ്ങളുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ നമ്മൾ വ്യാകുലപ്പെടരുത്. നമ്മുടെ ഭാരത സംസ്കാരം അനുസരിച്ച് ഒരു ഗസ്റ്റ് നമ്മുടെ വീട്ടിൽ വന്നാൽ ആദ്യം നമ്മൾ കൊടുക്കുന്ന ഒരു ഗ്ലാസ് പ്ലെയിൻ വാട്ടറാണ്.
അല്ലാതെ ചായയോ ലൈം ജ്യൂസോ ഒന്നുമല്ല. അല്ലെങ്കിൽ ഒരു ചായ കൊടുക്കണം, ജസ്റ്റ് ധൃതി പിടിച്ച് അടുത്ത കടയിൽ പോയി ഒരു പാല് വാങ്ങി, അതിൻ്റെ കാര്യമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് അവർക്ക് പ്ലെയിൻ ടീ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കൊടുക്കുക, നോ പ്രോബ്ലം. പറയുക പാലില്ല, കഴിഞ്ഞു പോയി, ക്ഷമിക്കണം. അവർക്ക് സന്തോഷമേ കാണത്തുള്ളൂ. അവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക. ആ ഒരു തൃപ്തി നിങ്ങൾ ഏത് കോഫി, എത്ര നെസ്കേഫ് കോഫി എത്ര കട്ടിക്ക് കൊടുത്താലും കിട്ടുന്നതിലുപരിയുള്ള ഒരു ചാരിതാർത്ഥത കിട്ടും. അവിടെ നിങ്ങളുടെ സംസ്കാരവും നിങ്ങളുടെ ഇതിനെയും അവരിഷ്ടപ്പെടും. ഇനി നിവൃത്തിയില്ലാതെ വരുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും കടം ആരിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ആ നിശ്ചിത സമയത്ത് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കരുത്. അതുകൊണ്ട് 5 ദിവസത്തിന് മുമ്പേ അവരിപ്പോൾ നേരിട്ട് കണ്ടു പറയുക, സോറി എനിക്ക് ക്യാഷ് വരാൻ കുറച്ച് വൈകിപ്പോയി, തീർച്ചയായിട്ടും എനിക്ക് ശകലം ദിവസം കൊടുത്തരണം, അത് ഞാൻ റിട്ടേൺ ചെയ്യാം. മറിച്ച് അത് പറയാതെ എങ്ങനെ പറയും, അതൊരു നമുക്കൊരു കോംപ്ലക്സ് ഡെവലപ്പ് ചെയ്ത് അത് അവർ പോയി കാര്യം പറയാത്തിടത്തോളം അവരും വീട്ടുമുറ്റത്ത് വന്നാൽ ക്യാഷ് വേണമെന്ന് ആവശ്യപ്പെടുന്നില്ല. അപ്പോൾ മറുപടി പറയുമ്പോൾ നമുക്ക് ശരിക്കും വിഷമം തോന്നും. അത് അവർക്കും വിഷമം തോന്നും. കാരണം അവർ കൊടുത്ത ക്യാഷ് തിരിച്ചു വാങ്ങാൻ വരുമ്പോൾ കിട്ടിയില്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അവരെന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് നമുക്ക് ഒത്തിരി വേദന ഉണ്ടാകും. പക്ഷെ അത് ഒഴിവാക്കാൻ വേണ്ടി ചെയ്യാമെന്നുള്ള ഏറ്റവും ഇതാണ്. അങ്ങനെ സാധിക്കാത്തവരുടെ അവസരത്തിൽ ഫോണിൽ ഉപരി അവരിൽ നേരിട്ട് പറയുമ്പോൾ അവർക്ക് അതിലൊരു സന്തോഷം കാണാൻ സാരമില്ല, എക്സ്ക്യൂസ് കിട്ടും. അപ്പോൾ അതിനെന്തൊരു വഴിയും കാണും. ഇത് നമ്മുടെ പ്ലാനിങ്ങിൽ നിന്നും നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യങ്ങളാണ്. രണ്ടാമതായി, നമുക്ക് എന്തെങ്കിലും ഒരു ഫങ്ഷൻ വന്നാൽ ഇതൊരു പാർട്ട് ഓഫ് ഒരു പ്ലാനിങ് ആണ്. നമുക്ക് എന്തെങ്കിലും ഒരു കല്യാണം, അതിലൊരു സുഹൃത്തിൻ്റെയോ അല്ലെങ്കിൽ ബന്ധുവിൻ്റെ കല്യാണം, അപ്പോൾ തന്നെ ടെക്സ്റ്റൈൽ കയറി ഉടുപ്പെടുക്കുക, അത് ഉപയോഗിക്കുക, അത് കഴിഞ്ഞാൽ അതിനങ്ങോട്ട് കളയുക, നെക്സ്റ്റ് അടുത്ത്. ഇതെല്ലാം എക്സ്പെൻസിൻ്റെ ചിലവുകളാണ്. അത് ആർഭാടമായിട്ടുള്ള ജീവിതം ഒരിക്കലും ഉണ്ടാകരുത്. ആർഭാട ജീവിതം നയിക്കരുത്. കാരണം വരുമാനത്തിൻ്റെ തോതനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും കാണത്തില്ല. നിങ്ങൾക്ക് കുഴിമന്തി അല്ല ഏത് മന്തിയും കഴിക്കാം, പക്ഷേ അതിന് നല്ല ക്യാഷ് കൊടുക്കണം. അതില്ലാത്തിടത്തോളം നമുക്ക് വേണ്ട. ഒരിക്കൽ ക്യാഷ് വരാതിരിക്കുക, ഒരിക്കൽ നമ്മൾ കഴിക്കാതിരിക്കില്ല, അതിൻ്റെ സാഹചര്യവും നമുക്ക് കഴിക്കാം. എപ്പോഴും കിട്ടുന്ന വരുമാനത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഉള്ള പ്ലാനിങ് ചെയ്യുന്നതാണ് ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ മിടുക്കെന്ന് പറയുന്നത്. രണ്ടാമത്, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും അവർ ശ്രദ്ധിക്കുക, അവരുടെ ചിലവുകൾ നമ്മൾ വഹിച്ചേ പറ്റൂ. ഏറ്റവും പ്രധാനം, വീട്ടിലുള്ള ചിലവുകളെ നാം എത്രയാണ് കൺട്രോൾ ചെയ്ത് എന്താണെന്നുള്ള ആ പ്ലാനിങ് ചെയ്യുമ്പോൾ വീട്ടിലുള്ള കുട്ടികളെ കൂടെ ഒപ്പം ഇരുത്തുക. അപ്പോൾ അവർക്ക് മനസ്സിലാകും. കാരണം നാളത്തെ അവർ നമ്മുടെയൊക്കെ കാലങ്ങൾ കഴിയുമ്പോൾ അവർ ജീവിക്കുമ്പോൾ അവരുടെ പേരൻസിൽ നിന്ന് കിട്ടിയ ആ ഉത്തേജനം, ആ ഒരു പ്രാക്ടീസ് അവർ അഡാപ്റ്റ് ചെയ്യും. കാരണം ഓരോ ദിവസങ്ങൾ ചെല്ലും തോറും ചിലവുകൾ കൂടി വരികയാണ്. അതിനെ കൺട്രോൾ ചെയ്യാനുള്ളൊരു പോംവഴിയാണ് നമ്മളീ പറയുന്ന വരുന്ന വരുമാനത്തിൽ മാത്രം നിന്ന് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക. അത് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമുക്കില്ലാത്തതിനെ ഉള്ളതുപോലെ നമ്മൾ ഫോഴ്സ് ചെയ്ത് കാണിക്കേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം നിങ്ങൾക്കുണ്ടാകുന്ന ബാധ്യതകൾ നിങ്ങൾ തന്നെയാണ് തീർക്കേണ്ടത്, വേറൊരാൾ തീർക്കില്ല. നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ഓരോ വലിയ ആർഭാട ജീവിതം നയിച്ച് വലിയ ബ്രാൻഡഡ് കാറുകളെടുത്ത് അത് അതിൻ്റെ ഡ്യൂസ് അടയ്ക്കാൻ നിവർത്തിയില്ലാതെ അവസാനം എത്രയോ ആൾക്കാരാണ് ആത്മഹത്യ ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ കാണുന്ന പത്രത്തിൽ വായിക്കുന്നതാണ്. ആ ലിസ്റ്റിൽ നമ്മൾ പെടരുത്. നമ്മൾ എന്തെങ്കിലും കടങ്ങളുണ്ടെങ്കിൽ തന്നെ അതിനെ വീഴ്ചാൻ നമ്മുടെ ചിലവുകളെ ചുരുക്കി അതിൽ നിന്ന് ക്യാഷ് പിടിച്ച് ആ കടം റീപേയ്മെൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ലോൺ എടുത്ത് അത് തീർക്കാൻ മറ്റൊരു ലോണൊക്കെ, അങ്ങനെയല്ല, അത് ചെയ്യരുത്. ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാകുന്ന കുഞ്ഞു നിങ്ങളൊരു 5,000 or 10,000 റുപ്പീസ് വാങ്ങിയാൽ അവരിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുക. മറിച്ച് നിങ്ങൾ 1 ലക്ഷമോ 2 ലക്ഷമോ വാങ്ങിയാൽ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. സോ ബെറ്റർ 1 ലക്ഷം 2 ലക്ഷത്തിനും പോകാതിരിക്കുക, 10,000-നും പോകാതിരിക്കുക. അതെന്തുകൊണ്ട് വാങ്ങുന്നത്? അതിന് പറ്റാത്തൊരവസ്ഥ വരികയാണെങ്കിൽ മാത്രം ആ ലോണിലേക്ക് വേണ്ടി നിങ്ങളെത്തുക. ഇല്ലെങ്കിൽ ഉള്ളത് കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുക. പഠിക്കുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. സോ ആരുടെ ഫ്രണ്ടിലും നമ്മൾ തല കുനിയേണ്ടി വരികയില്ല. സോ കുടുംബ ബഡ്ജറ്റുകൾ കിട്ടുന്നതിൻ്റെ ബഡ്ജറ്റ് ചെയ്യുക, പ്ലാൻ ചെയ്യുക, ജീവിക്കുക. അപ്പോൾ നമുക്ക് സന്തോഷം ഒത്തിരി ഉണ്ടാകും. എപ്പോഴെങ്കിലും നമ്മുടെ സമയം വരും. നിങ്ങളുടെ പ്ലാനിങ് നിങ്ങൾ വെൽ പ്ലാൻ ആണെങ്കിൽ 100% കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറും. നിങ്ങൾ വെൽ പ്ലേസ്ഡ് ആയിരിക്കും. പക്ഷേ നിങ്ങൾ എത്ര വെൽ പ്ലേസ്ഡ് ആയിരുന്നാലും, എത്ര
നിങ്ങൾക്ക് വരുമാനം ഉണ്ടെങ്കിലും ആ ജീവിതശൈലിയിൽ വലിയ മാറ്റം വരുത്താതിരുന്നാൽ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റും. നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള ഈ ഭക്ഷണക്രമങ്ങൾ നല്ല രീതിയിൽ ക്രമീകരിച്ചാൽ നിങ്ങൾ നിങ്ങൾക്ക് അസുഖം പിടിക്കില്ല. നിങ്ങൾക്ക് 5 സ്റ്റാർ ഹോസ്പിറ്റൽ AC റൂം ICUയിൽ പോകേണ്ട ഗതികേടും വരികയില്ല. അവിടെ ഈശ്വരൻ നിങ്ങളെ സഹായിക്കും. ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യാൻ ഞാൻ ഒത്തിരി കാലമായിട്ട് ആഗ്രഹിച്ചാണ്. പലരും സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവരാണ്, ഒത്തിരി പേരുണ്ട്. അത് ഇല്ലാതാക്കാനുള്ളൊരു ചെറിയൊരു മാർഗ്ഗരേഖയാണ് ഈ വീഡിയോയിൽ കൂടി ഞാൻ ഉദ്ദേശിച്ചത്. ഇഷ്ടപ്പെട്ടാൽ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കണം. സാധിച്ചാൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.